കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഡൽഹി നമ്പർ 10 ജനപഥിലേക്ക്. ഇന്നെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരുമോ എന്നതായിരുന്നു രാവിലെ നമ്മൾ ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ ഇന്നുണ്ടാകില്ല എന്ന ഒരു സൂചന കെ മുരളീധരൻ നൽകി. 24 മണിക്കൂറിനകം തീരുമാനം എന്നതാണ് അടുത്ത സൂചന. എന്ന് വെച്ചാൽ നാളെ വൈകുന്നേരത്തോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. എന്തായാലും വിളിപ്പിച്ച KPCC മുൻ അധ്യക്ഷന്മാരുമായൊക്കെയുള്ള കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവരും അടങ്ങിയിട്ടുണ്ട്. നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ മാത്രമാണ് അവിടെ ഉള്ളത്. അവരുമായുള്ള കൂടിക്കാഴ്ചയും ഈ സമയം പൂർത്തിയായി കാണണം. കാരണം എല്ലാവർക്കും 15 മിനിറ്റ് മാത്രമേ നൽകിയിട്ടുള്ളൂ. ധനസുമോദ് ഉണ്ട്. സുമോദ്, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുമായുള്ള കൂടിക്കാഴ്ചയും ഈ സമയം പൂർത്തിയായി കഴിഞ്ഞു. അവരും അടങ്ങിയോ? നമുക്ക് കെ മുരളീധരൻ പറഞ്ഞതുപോലെ നാളെ തന്നെ ആയിരിക്കും ഒരു തീരുമാനം വരികയല്ല. 24 മണിക്കൂർ അതിൽ തന്നെ നിൽക്കാം. KPCC നേതാക്കന്മാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുടെ യോഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഇപ്പോൾ കേരള ഹൗസിലേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ്. ഇവരുടെ യോഗത്തിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി ചോദിച്ചത് നിങ്ങളുടെ ചോയ്സ് എന്താണെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതായത് ഈ 3 നേതാക്കന്മാരുടെ ഒരു പേരാണ് പറയുന്നത്: KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. ഇതിൽ ഭൂരിപക്ഷം പേരും KC വേണുഗോപാലിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റുള്ളവർ വന്നാൽ അല്ലെങ്കിൽ അവർ വന്നില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നുള്ളൊരു ചോദ്യമായിരുന്നു രണ്ടാമത്തേത്. മൂന്നാമത്തേത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കൂടി എങ്ങനെയാണ് വിശദമാക്കുന്നത്. അപ്ഡേറ്റുകൾ നൽകിയല്ലോ. മുഖ്യമന്ത്രി വിഷയത്തിൽ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണെന്ന് മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. പ്രതിഷേധങ്ങൾ സ്വിച്ചിട്ട പോലെ നിന്നത് അതിന്റെ തെളിവാണ്. ഒരു വിഭാഗം ആസൂത്രിതമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്ന അത് മാത്രമായിരുന്നു പ്രതിഷേധങ്ങളുടെ ലക്ഷ്യമെന്നും നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. ആരൊക്കെയായിരിക്കും ആ നേതാക്കൾ എന്നുള്ളത് നമുക്കറിയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വാദം രാഹുൽ ഗാന്ധി അംഗീകരിച്ചു കാണുമോ, മുഖവിലക്കെടുത്ത് കാണുമോ, അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കുമോ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിലുള്ള തീരുമാനം എന്നാലോചിക്കാൻ കഴിയുമോ നമുക്ക് ഈ സമയം? ജനകീയ പ്രതിരോധം വളരെ ശക്തമായിട്ട് തന്നെ അലയടിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടത്. ഇത്തരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതാണ് എന്നുള്ള കാര്യമാണ് ചില നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നേരത്തെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചോദ്യമുണ്ടായിരുന്നു: കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണെന്ന്. ആ ചോദ്യത്തിന് ഉള്ള ഉത്തരത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. മാത്രമല്ല, MLA-മാരെ വ്യാപകമായി പലയിടങ്ങളിൽ തടയുന്നു. MLA-മാർക്ക് പലപ്പോഴും അവർക്ക് പല ചടങ്ങുകളിലും പങ്കെടുക്കാൻ കഴിയുന്നില്ല. നിരന്തരം ജനങ്ങൾ വോട്ട് ചെയ്തവർ തങ്ങൾ വോട്ട് ചെയ്തത് VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ കൂടിയാണ്, അതുകൊണ്ട് VD സതീശന് അനുകൂലമായ നിലപാട് എടുക്കണം എന്ന് ചൂണ്ടിക്കാട്ടി MLA-മാരെ പലരും തടയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇത്തരത്തിലുള്ള ഈ പ്രചരണങ്ങൾ വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി പ്രചരിപ്പിക്കുന്നത് തന്നെയാണ്. അല്ലാതെ ഒരു MLA-യും ഒരിടത്തും തടയുന്നില്ല. മാത്രമല്ല, തങ്ങൾ MLA-മാർ തന്നെയാണ്. തങ്ങളെ ആരും ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം ഒരാളിൽ നിന്ന് പോലും തങ്ങൾക്കുണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ MLA-മാർ കൂടിയായ നേതാക്കന്മാർ വന്നതിന് ശേഷം പറയുന്നത്. ഇനി ഇപ്പോൾ ഇക്കാര്യത്തിൽ മുരളീധരൻ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്കിനി അറിയേണ്ടത്. അദ്ദേഹം പുറത്തു പറയുന്നത് പോലെ തന്നെ VD സതീശന് അനുകൂലമായിട്ടൊരു നിലപാടാണോ അകത്ത് സ്വീകരിച്ചത് എന്നുള്ളൊരു കാര്യം ഇനി അറിയേണ്ടതുണ്ട്. പക്ഷേ മുരളീധരൻ ഒഴികെയുള്ള മറ്റു നേതാക്കന്മാർ സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലെ ഈ ജനകീയ പ്രതിരോധങ്ങളെയും പ്രതിഷേധങ്ങളെയും ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിന് അവർ ഒരു ആധാരമായി പറയുന്നത്, തെളിവായി ഹാജരാക്കുന്നത്, ഈ നേതാക്കന്മാരിൽ എല്ലാം വന്ന് നിന്ന് ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞപ്പോൾ സ്വിച്ചിട്ട പോലെ തന്നെയായിരുന്നു പ്രതിഷേധങ്ങൾ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു റിമോട്ട് കൺട്രോൾ സംവിധാനം പോലെ പ്രവർത്തിച്ചതായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. ഈ നേതാക്കളുടെ ഈ വാദമുഖത്തെ ഖണ്ഡിക്കുന്നതോ കൗണ്ടർ ചെയ്യുന്നതാണല്ലോ ഈ ഷാഡോ ഏജൻസി നൽകിയ റിപ്പോർട്ട്. ഇപ്പോൾ പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണെന്ന് ഈ മുതിർന്ന നേതാക്കൾ പറയുമ്പോഴും ഹൈക്കമാൻഡ് തന്നെ നിയോഗിച്ച ഷാഡോ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇതിന് ഘടകവിരുദ്ധമായ ഒന്നാണല്ലോ. അപ്പോൾ ഇതും കൂടി പരിശോധിച്ച് മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക എന്ന് വിശ്വസിക്കാമല്ലേ?
പക്ഷെ സെയ്ഫുദ്ദീന് ഈ തരത്തിലുള്ള ഷാഡോ റിപ്പോർട്ടിന്റെ അതിന്റെ കൂടി ആധാരത്തിൽ കൂടിയാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. കാര്യം ഹൈക്കമാൻഡിന്റെ പക്ഷം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുണ്ട്. പക്ഷേ ഈ തരത്തിൽ റിപ്പോർട്ടിൽ പറയുന്നത് കാര്യങ്ങളെല്ലാം വസ്തുത തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു, കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത പ്രതിഷേധങ്ങളാണ് തുടങ്ങിയ വിവരങ്ങളാണ് ഈ പറയുന്ന പല പ്രതിഷേധങ്ങളും നടക്കുന്നതിനുള്ള വ്യാപകമായി നടക്കുന്നതിൻ്റെ കാരണങ്ങൾ ആരോ നിയന്ത്രിച്ച് നടപ്പാക്കുന്ന രീതിയാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അരമണിക്കൂറിനകം ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവസാനിക്കുകയും എല്ലാം നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞത്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ കരങ്ങളുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് ഈ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. സുമോദ്, അങ്ങനെയെങ്കിൽ കളം പൂർണ്ണമായും വിഡിക്കെതിരാണ്. കേരളത്തിലും ഡൽഹിയിലും കളം പൂർണ്ണമായും വിഡിക്കെതിരാണ്. ഇന്ന് അവിടെ എത്തിയ മുൻ KPCC പ്രസിഡന്റുമാരടക്കമുള്ള ഭൂരിഭാഗം ആളുകളും സംസാരിച്ചത് അത്രയും KC വേണുഗോപാൽ അനുകൂലമായാണ്. അങ്ങനെയെങ്കിൽ ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല എന്ന് വിചാരിക്കാം. KC വേണുഗോപാലിനെ പ്രഖ്യാപിക്കാനുള്ള ഒരു സമയദൈർഘ്യം മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. അതെപ്പോൾ എന്നുള്ളതാണ് ചോദ്യം.